അപ്പോൾ എല്ലാവരും കേൾക്കാൻ വളരെ സന്തോഷം. ഇന്ന് ചെമട്ടിയ ഭഗവതിയുടെയും മന്നത്ത് ഭഗവതിയുടെയും ഈ ക്ഷേത്രം പണിത് രണ്ടാമത്തെ വിഷുവാണ് അല്ലേ? രണ്ടാമത്തെ വിഷുവാണ്. അപ്പൊ അനുഗ്രഹത്തോടെ ആ സന്നിധിയിൽ നിങ്ങളെല്ലാം വന്ന് വിഷുക്കണി കണ്ടു, വിഷു കൈനീട്ടം വാങ്ങിക്കുകയാണ്. അപ്പൊ എന്താണ് വിഷു എന്ന് വെച്ചാൽ, വിഷു ശബ്ദത്തിന് അർത്ഥം സൂര്യഭഗവാൻ മേഷം രാശി പ്രവിശതി. അപ്പോൾ മേഷം രാശിയിലേക്ക് പ്രവേശിക്കുക. അത് ഇന്നലെ 9:30 മണിക്ക് ശേഷമാണ് രാവിലെ ഉണ്ടായത്. അതുകൊണ്ടാണ് 1-ാം തീയതി ആയിട്ടും ഇന്നലെ വിഷു ആഘോഷിക്കാതിരുന്നത്. മേടം 1 ഇന്നലെ, പക്ഷെ സൂര്യൻ സംക്രമിച്ചത് 9:30 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് 2-ാം തീയതി, കാരണം രാവിലെ വിഷുക്കണി കാണണമെങ്കിൽ സൂര്യ സംക്രമണം കഴിഞ്ഞിരിക്കണം. അപ്പൊ എന്താ ഈ മേഷം രാശി എന്ന് പറഞ്ഞാല്, ശരിക്ക് സൂര്യൻ ഭൂമിയുടെ നേരെ വരികയാണ്. മുമ്പ് മകരം 1-ാം തീയതി തൊട്ട് ഉത്തരായനം ആരംഭിച്ചുവെങ്കിലും അപ്പൊ തെക്ക് ഭാഗത്ത് കിടക്കുകയായിരുന്നു സൂര്യൻ. ആ തെക്കുന്ന് വടക്കോട്ടേക്കുള്ള പ്രയാണം ആരംഭിച്ചു 3 മാസം കഴിഞ്ഞു. ഇപ്പൊ ശരിക്കും നേരെ മുകളിലെത്തി. അതാണ് നമ്മൾ ഈ ചൂട് അനുഭവിക്കുന്നത്. ഇനി പതുക്കെ വടക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരായനം എന്ന് പറയുമ്പോൾ വടക്കോട്ടേക്ക് പോയി, പിന്നെ കർക്കിടകത്തുനിന്ന് 1-ാം തീയതി തൊട്ട് സൂര്യനല്ല, വാസ്തവത്തില് ഭൂമിയുടെ ഒരു മാറ്റമാണ്. ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ചരിവ് വരികയാണ് അതിന്റെ തിരിവില്. അപ്പോൾ ആ ഒരു ഇതാണ് കർക്കിടകം 1-ാം തീയതി, കർക്കിടക സംക്രമം എന്ന് പറയുന്നത്. പിന്നെ തുലാത്തിലാണ് ശരിക്കും നേരെ വരും. വീണ്ടും തുലാമാസം 1-ാം തീയതി വീണ്ടും മുകളിൽ വരും. വീണ്ടും മകരത്തില് തിരിയാൻ തുടങ്ങും, ഭൂമി തിരിയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ശരിക്ക് സൂര്യഭഗവാൻ നേരെ വന്നിരിക്കണം മുകളില്. അന്നത്തെ ദിവസമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സൂര്യഭഗവാനെയാണ് തൊഴേണ്ടത്. എന്നും തൊഴേണ്ടതാണ്. കാരണം സൂര്യഭഗവാൻ ഇല്ലെങ്കിൽ ഭൂമിയില്ല, ലോകമില്ല, നമ്മളൊന്നുമില്ല. നമുക്കെല്ലാം നൽകുന്നത് ആരാണ്? നമ്മുടെയൊക്കെ പിതാവിന്റെ സ്ഥാനത്ത്, അമ്മയുടെ സ്ഥാനത്ത് സൂര്യഭഗവാന് സവിതാവ് എന്നൊരു പേര്. സവിതാവ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നവനാ. ഈ ലോകത്തെ പ്രസവിക്കുന്നവനാണ്. ഭൂമിയെയും ഗ്രഹങ്ങളെയും അതുപോലെ ഇവിടെയുള്ള സകല ജീവരാശികളെയും പ്രസവിക്കാനുള്ള ശക്തി കൊടുക്കുന്ന ആ ശക്തിയുടെ സ്രോതസ്സാണ് സൂര്യൻ. ആ സൂര്യൻ ഭഗവാന്റെ പ്രത്യക്ഷമൂർത്തിയാണ്. സൂര്യനാരായണൻ എന്നാ പറയുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ആദ്യം തൊഴേണ്ടത് സൂര്യഭഗവാനെയാണ്. അപ്പൊ ഇവിടുന്ന് എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ ആ സൂര്യഭഗവാനും ശക്തിയായിരിക്കുന്ന അമ്മമാരാണ് ഇവിടെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് മന്നത്ത് ഭഗവതിയായും ചമട്ടിയ ഭഗവതിയായിട്ടും കുടികൊള്ളുന്നത്. ആ അമ്മയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ ഈ കണി കാണുന്നത് എല്ലാ നന്മകളും കാണുകയാണ്. എന്നും ഈ കണി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഈ വർഷം മുഴുവൻ നല്ലതുണ്ടാവട്ടെ. നമുക്ക് എപ്പോഴും നല്ലത് കാണാൻ കഴിയട്ടെ, നല്ലത് കേൾക്കാൻ കഴിയട്ടെ, നല്ലത് അനുഭവിക്കാൻ കഴിയട്ടെ. അപ്പൊ ആ ഒരു നന്മയുടെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഗുരുക്കന്മാര് അല്ലെങ്കിൽ കാർന്നവന്മാര് കൊടുക്കുന്നതാണ് കൈനീട്ടം. കൈനീട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ കൊടുക്കുന്ന പൈസയല്ല അവിടെ ഉദ്ദേശ്യം, അറിവാണ്. ഗുരുക്കന്മാർ കൊടുക്കുന്ന അറിവിന്റെ പ്രതീകമായിട്ടാണ് ആ സമ്പത്തും ലക്ഷ്മിന്റെ പ്രതീകമായിട്ട് നാണയവും കൊടുക്കുന്നത്. അപ്പോൾ അറിവിന്റെ പ്രതീകമായിട്ട്, സരസ്വതിയുടെ പ്രതീകമായിട്ട് വെറ്റിലടക്കിയും അതോടൊപ്പം നാണയം കൊടുക്കുമ്പോൾ ലക്ഷ്മിയും, ആ സരസ്വതിയും ലക്ഷ്മിയും കൂടി ഒന്നിച്ചിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ ഉണ്ടാവട്ടെ എന്നുള്ളതായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടെ, ആശംസയോടെയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇത് തരുന്നത്, കൈനീട്ടം തരുന്നത്, ഒരു ഗുരു അല്ലെങ്കിൽ ആചാര്യൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് സ്വീകരിക്കുക. എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ഒരു ഭാഗ്യം ലഭിച്ചതിലും ഞാനും സന്തോഷമാണ്, വളരെ സന്തോഷമാണ്, എന്തെന്നില്ലാത്ത സന്തോഷം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു, നല്ലൊരു വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിമാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ, നമ്മുടെ പിതൃക്കളുടെ എല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരു പരമ്പരയുടെയും അനുഗ്രഹത്തോടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇത് സമർപ്പിക്കുന്നു.
അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. വരൂ, മുതിർന്നവരൊക്കെ വരും. മുതിർന്നവരൊക്കെ മുതിർന്നവരെ ആദ്യം വാങ്ങിച്ചോളൂ. അങ്ങനെയാണ് പറഞ്ഞത്. കുട്ടിയോട് വാങ്ങിച്ചോളൂ. $52,000 $52,000 സെറ്റാണ്. സൂപ്പറായിട്ടില്ലേ? വളക്കാര് നോക്കാം. തോന്നുന്നല്ലേ? കുറച്ച് ബാക്കിലേക്ക് എടുത്തല്ലോ. പോവാതെ വാഴ അപ്പുറത്ത് തിരഞ്ഞെടുക്കുന്നോട്ടെ. കണ്ടോ ശരി. ഇതാ കയ്യിലല്ലേ ശരി ശരി. ദീപലി ദീപലി ദീപ തൊഴുതിട്ട് ദീപ ദീപ ബാബാ ഉണ്ണിങ്ങോട്ട് വാ. നീ തൊഴുതിട്ട് കറക്റ്റാണ്. ചരിക്കാനും പാടില്ല.
അച്ഛമ്മേൻ്റെ കുളിപ്പിക്കോ പൈസ കളയണം.